വ്ലോഗിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബോംബെയിലാണ്. ഞാൻ ബോംബെയിൽ എത്തിയിട്ട് ഇന്ന് രാവിലെ തന്നെ ഒരു ഓട്ടോയിൽ പുറപ്പെട്ടാണ്. ഈ ഓട്ടോ ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് പുത്തൻ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം മറക്കാതെ ഇന്ന് വീഡിയോസ് മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളും മിസ് ചെയ്യും. അപ്പം ബാക്കി വീഡിയോസ് കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാൻഡ്ര റോഡിലുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് നമ്മുടെ സ്വന്തം സല്ലുബായിയുടെ അപ്പാർട്ട്മെൻറ്റാണിത്. ഇതിൻ്റെ മുകളിലാണ്, 3rd ഫ്ലോറിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആരാധകരെയൊക്കെ പുള്ളിയുള്ള സമയത്ത് പുറത്ത് വന്നിട്ട് കൈ വീശി കാണിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്, ഈ ബാൽക്കണിയിൽ നിന്നിട്ട്. അപ്പോൾ ഇതാണ് ഗാലക്സി ബിൽഡിംഗ്. ഇവിടെയാണ് നമ്മുടെ സൽമാൻ ഖാൻ താമസിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ബംഗ്ലാവിലാണ്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ബംഗ്ലാവാണെന്ന് തോന്നില്ല, അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ ഉള്ളിൽ നല്ല സൗകര്യമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പുള്ളി താമസിക്കുന്നത്. ഐ എം സോ ഹാപ്പി. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് ആരാധിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഗാലക്സിയുടെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സോ ഹാപ്പി. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അവരൊക്കെ അവൈലബിൾ ആണെങ്കിൽ എനിക്ക് അവരെ കൈവീശി കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ കാണാമായിരുന്നു. പക്ഷെ അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിലും അവരുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ വെച്ച് നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. ഇതും ഞാൻ പറഞ്ഞില്ലേ, സെയിം ബാൻഡ്ര റോഡാണ്. അപ്പോൾ ബാൻഡ്രയുടെ തൊട്ട് മുന്നിൽ ബീച്ചുണ്ട്, ബാൻഡ്ര ബീച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രേഖ, ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ ഇവരുടെയൊക്കെ വീട് ഏകദേശം ഒരേ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഏരിയയിലൊക്കെ വരുന്നത്. നമുക്കൊന്നുമില്ല കാണാനൊന്നും, വേറെ ഒന്നുമില്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട് കാണാമെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ പറഞ്ഞതാണ് സൽമാൻ ഭയങ്കര ദേഷ്യം. അത് നമുക്കും അറിയാലോ, സൽമാൻ്റെ ദേഷ്യം. സൽമാൻ ഖാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. പുള്ളി ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണ്. പക്ഷേ ഇത്രയും ദാനശീലനായ വേറൊരാളില്ല എന്ന് പറയുന്നത്. പുള്ളി ആ സമയത്ത് ദേഷ്യപ്പെട്ടാൽ പോലും ഭയങ്കരമായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയണത്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതാട്ടോ, മൊബൈലിൻ്റെ ഏതൊരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഒരാൾ വന്നപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ച് പുള്ളി ഫോൺ എടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ആ ദേഷ്യം തണുത്തപ്പോൾ ആ പുള്ളി അവരെ തിരിച്ചു വിളിച്ചിട്ട് ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഭയങ്കര ദേഷ്യമുള്ള ആളാണെങ്കിൽ അയാൾ ഭയങ്കര ദാനശീലനും കൂടിയാണ്. പാവപ്പെട്ടവരൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ദേഷ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ മുന്നേ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അടുത്തത് ആരുടെ വീടാന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇപ്പോൾ കാണിക്കുന്ന ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് സൽമാൻ ഖാൻ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് ആളുകളുടെ മേലിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ബേക്കറി ജംഗ്ഷനിലായിരുന്നു ആ സംഭവം നടന്നത്. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ ബിൽഡിംഗ് ആരുടേതായിരിക്കും. ഇത് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ഗൗരി ഖാൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. അപ്പോൾ ആ ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് പടങ്ങൾ, ഷാറുഖ് ഖാൻ്റെ എല്ലാ പടം, ഹാപ്പി ന്യൂ ഇയർ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അതിലൊക്കെ നമ്മൾ ഈ റെഡ് ചില്ലീസിന്റെ ബാനർ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആ കമ്പനിയാണ് ഇപ്പം കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, കാണില്ലേ, റെഡ് ചില്ലീസ്. ഇങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. നോക്കാം, അവിടെ കുറച്ച് കാറുകളൊക്കെ കാണില്ലേ. അപ്പോൾ ഇതാണ് ഷാറുഖ് ഖാൻ്റെ ഓഫീസ്. ബാക്കി വീടും ഒക്കെ നമുക്ക് നോക്കാം. ഇവിടുന്ന് പോട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ച് വിടുമായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് മെഹബൂബ് സ്റ്റുഡിയോ ആണ്. ഇത് ഇന്ത്യയിലെ ഫേമസ് സ്റ്റുഡിയോ ആണ്. ഫിലിം സ്റ്റുഡിയോ ആൻഡ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇൻ ബാൻഡ്രയാണ്. ബാൻഡ്രയിലാണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഫേമസ് ആളുടെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഡയറക്ടറും പ്രൊഡ്യൂസറുമായ മെഹബൂബ് ഖാൻ 1954 ഈ സ്റ്റുഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ഫിലിമും ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, റെക്കോർഡിങ്ങും ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഫേമസ് സ്റ്റുഡിയോ ഇൻ മുംബൈ ആണ്. അപ്പോൾ ആ ഏരിയയാണ് നമ്മൾ കാണിക്കുന്നത്. വലിയ ഏരിയ ആണ് കേട്ടോ, അത് വലിയൊരു ഏരിയ ആണ്. ഇൻ ആँखों की मस्ती के मस्ताने हजारों हैं. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതെ ഇത് രേഖയുടെ വീടാണ്. നമ്മുടെയൊക്കെ സ്വപ്നറാണിയായ രേഖയുടെ വീട്. ഇതും ഷാറുഖ് ഖാൻ്റെ വീടിനും സൽമാൻ ഖാൻ്റെ വീടിനും ഒരു സെൻട്രലായിട്ടാണ് വരുന്നത്. എൻ്റെ പാട്ടായിട്ട് ആരും ഓടണ്ട, ഞാൻ ജസ്റ്റ് മൂളിപ്പാടിയെന്നുള്ളൂ. അപ്പോൾ രേഖയുടെ വീടാണിത്. നമ്മൾ നിൽക്കുന്നത് രാജേഷ് ഖന്നയുടെ ബംഗ്ലാവായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അക്ഷയ് കുമാർ ഏറ്റെടുക്കുകയാണ്. അക്ഷയ് കുമാർ ഏറ്റെടുത്തതിന് ശേഷം പുള്ളി അതെല്ലാം പൊളിച്ചിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച ബിൽഡിംഗാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അത് അക്ഷയ് കുമാറിനായിരുന്നു. പിന്നെ രാജേഷ് ഖന്നയുടെ ബംഗ്ലാവായിരുന്നു.
അപ്പോൾ ബാന്ദ്ര റോഡിൽ നിന്ന് നമ്മളിപ്പോൾ കാട്ടൂർ റോഡിലാണ് ഉള്ളത്. അവിടെയാണ് ഈ രാജേഷ് ഖന്നയുടെ ബംഗ്ലാ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഓട്ടോച്ചേട്ടൻ പറഞ്ഞിരുന്നാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പുള്ളി പറഞ്ഞ ഇൻഫോർമേഷൻ വെച്ചാണ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ അക്ഷയ് കുമാറിൻ്റെ ബംഗ്ലാ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോംബെയിലെ കാട്ടൂർ റോഡിലുള്ള അമീർ ഖാൻ്റെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ്. ഫ്രീദ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെയാണ് അമീർ ഖാനും ഭാര്യ കിരണും മകനും താമസിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗാണ്, ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഫ്രീദ അപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ബിൽഡിങ് അവർ താമസിക്കുന്നതാണ്. പക്ഷേ ആരെയും പുറത്തൊന്നും കാണുന്നുമില്ല. പക്ഷേ ഇതുതന്നെയാണ് കറക്റ്റ് സ്ഥലം. അവർ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് പറഞ്ഞത്. കണ്ടോ, ആ ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, ഗേറ്റൊക്കെ കണ്ടില്ലേ? നല്ലൊരു ബിൽഡിംഗാണ്, അടിപൊളി ബിൽഡിംഗ്. ഈ ഏരിയ ഭയങ്കര നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. VIP ഒക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ വസതിയാണ്. പുള്ളി കുടുംബസമേതം ഇവിടെയാണ് താമസിക്കുന്നത്. അത് ആരാ നിങ്ങൾക്കറിയാം? മുന്നാബായ് MBBS, നമ്മുടെ സ്വന്തം സഞ്ജയ് ദത്തിൻ്റെ വസതിയാണിത്. ഇപ്പോൾ അദ്ദേഹം കുറേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കുടുംബസമേതം താമസിക്കുന്നത് ഇത് പാലീഗസ് എന്ന സ്ഥലത്താണുള്ളത്. മുംബൈയിലെ പാലീഗസ്, ഇവിടെയാണ് ഈ വീടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് പുള്ളി താമസിക്കുന്നത്. ഇതൊക്കെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇമ്പീരിയൽ ഹൈറ്റ്സ് എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ഇതിൽ ഏത് നിലയിലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം സഞ്ജയ് ദത്തിൻ്റെ വസതി. അപ്പോൾ സഞ്ജയ് ദത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള വീട്, അപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഒരു ഫേമസ് ആൾ താമസിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഇമ്രാൻ ഹാഷ്മി, നമ്മുടെ ചുംബന വീരൻ. എല്ലാവർക്കും അറിയാലോ ചുംബന വീരനെ. അങ്ങേര് താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതും കാണാൻ പറ്റി. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് വന്നപ്പോൾ സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞത് ഈ ബിൽഡിങ്ങിനാണ് പുള്ളി താമസിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കങ്കന റണൌട്ടിൻ്റെ വീട്ടിലാണ്. മണികർണിക, എല്ലാവർക്കും അറിയാലോ മണികർണിക ആരാന്നുള്ളത്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ ഈ വീടിൻ്റെ മുൻഭാഗം പൊളിച്ചത്. അപ്പോൾ ആ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, പൊളിച്ച ഭാഗമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പാലി ഹിൽ റോഡിലാണ്. സെയിം സഞ്ജയ് ദത്തിൻ്റെ ഒക്കെ വീടിൻ്റെ ആ സെയിം ഏരിയ തന്നെയാണ്. അപ്പം ഇതിൻ്റെ മുമ്പ് തന്നെ തൊട്ടടുത്ത് വേറൊരു ആക്ട്രസിൻ്റെ വീടും കൂടിയുണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം. പ്രിയങ്കരിയായ ആലിയ ഭട്ടിൻ്റെ വസതി ഇവിടെയാണ്. വാസ്തു എന്ന് പറയുന്നത് പാലി ഹില്ലിൽ തന്നെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. ഇവിടെയാണ് ആലിയ ഭട്ട് താമസിക്കുന്നത്. ഈ വൈറ്റ് കളർ കാണുന്ന ബിൽഡിംഗാണ് ആലിയ ഭട്ടിൻ്റെ താമസ സ്ഥലം. ഇത് നമ്മുടെ ഫേമസ് ഗായകൻ കിഷോർ കുമാറിൻ്റെ ബംഗ്ലാവ് ആണ്. കണ്ടല്ലേ, ഇതാണ് കിഷോർ കുമാറിൻ്റെ ബംഗ്ലാവ്. ഇത് ഗൗരികുഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വന്ന് ആ വഴി കുറച്ച് പോകണം. ഗൗരികുഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കിഷോർ കുമാറിൻ്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഫേമസ് സിംഗറാണ്. അപ്പം ഞാൻ നിൽക്കുന്നത് അമിതാഭ് ബച്ചൻ്റെ, ജയാ ബച്ചൻ, ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ ഒക്കെ താമസിക്കുന്ന വീടിന് മുമ്പിലാണ്. പക്ഷെ ഇവർ വീഡിയോ എടുക്കാനോ കണ്ടത് പുറത്ത് തന്നെ സെക്യൂരിറ്റിക്കാരുണ്ട്. അവർ വീഡിയോ എടുക്കാൻ ഫ്രണ്ടിൽ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ കാണാതെ ഒന്ന് എടുത്തു നോക്കാം, കാണിച്ചു തരാം വീട്. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ വീട് ശരിക്കും എടുക്കാൻ കഴിയില്ല, കാരണം വേറെ എവിടെയും പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ പക്ഷേ സെക്യൂരിറ്റിക്കാർ നമുക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. കൊറോണ കാരണം ഇപ്പോൾ അലൗഡല്ല എന്നാണ് പറയണത്. ബാക്കി ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. പിന്നെ ഇവിടെ മാസ്ക് നിർബന്ധമാണ്. മാസ്ക് ഇടാതെ പുറത്ത് ഇറങ്ങി. എന്നാൽ തന്നെ ജൂഹു ബീച്ചിൽ വെച്ച് പോലീസ് പിടിക്കുകയും ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് മാസ്ക് ഒന്ന് റിമൂവ് ചെയ്ത് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എന്നെ പോലീസുകാർ പിടിച്ചു. അപ്പോൾ ഇവിടെ അതൊന്നും അലൗഡല്ല. അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ പേര് ജൽസ എന്നാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ തീരെ നിൽക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഓഫീസ് മൻസ എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും അവർ അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ എന്നാലും നോക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഈ ഓട്ടോക്കാരനെ കൊണ്ടൊന്ന് റൗണ്ട് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയും വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ, പറ്റില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ തീരെ സമ്മതിക്കില്ല. അവിടെ ഫ്രണ്ടിൽ പോലും വണ്ടി നിർത്തി വെക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇത് അമിതാഭ് ബച്ചൻ്റെ പഴയ വീടാണ്. ഈ ബിൽഡിങ്ങിലായിരുന്നു മുന്നേ താമസിച്ചിരുന്നത്. പ്രതീക്ഷ ഇപ്പോഴാണ് മറ്റേ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് ഇതാക്കുന്നത്. വീഡിയോയിലുണ്ട്. സോറി വീഡിയോയിലുണ്ട്. സെക്യൂരിറ്റിക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമൊന്നും കണ്ടില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ അമിതാഭ് ബച്ചൻ്റെ അവിടെ ഒരു രക്ഷയുമില്ല. ബച്ചൻ സാറിൻ്റെ അവിടേക്ക് സംബന്ധിക്കുന്നേ ഇല്ല. ഇപ്പോൾ സോനാക്ഷിയുടെ വീട് കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇവിടെ കാണുന്ന കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു ബംഗ്ല ജിതേന്ദ്രയുടെ ആണ്. ജിതേന്ദ്രയുടെ അറിയാലോ, ഫിലിം സ്റ്റാർ ജിതേന്ദ്രയുടെ പഴയകാല ഫിലിം സ്റ്റാറാണ്. അപ്പോൾ അങ്ങേരുടെ അപ്പാർട്ട്മെൻറ്റാണ് അല്ല ബംഗ്ലാണ്. അപ്പാർട്ട്മെൻറ്റാണോ ബംഗ്ലാണോ എന്ന് അറിയണില്ല. ഇവിടെയാണ് താമസം കൃഷ്ണ. സെക്യൂരിറ്റിക്കാരിങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. റോഡിൻ്റെ ഇപ്പുറം നിന്നാണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, അവർ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവർ വരുന്നുണ്ട് സെക്യൂരിറ്റിക്കാർ. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ബംഗ്ലാവൊക്കെ നമ്മൾ കവർ ചെയ്ത്. ജൂഹുലാണ് പക്ഷെ ഇത്ര പ്രോബ്ലം. ബാൻഡ്രയിൽ പോയി നമ്മൾ ഷാരൂഖ് ഖാൻ, സൽമാൻ അവരുടെ വീടുകളൊക്കെ കവർ ചെയ്തപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഫോട്ടോസ് വരെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ജൂഹു സൈഡിൽ വന്നപ്പോൾ ഇവിടെ റെസിഡൻഷ്യൽ ഏരിയയിലൊന്നും അലോഡല്ല. അവിടേക്ക് തന്നെ സെക്യൂരിറ്റിക്കാർ വന്നിട്ട് നമ്മളോട് അലോഡല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാകുന്നുണ്ട്. ഇവിടെ എന്താണ്, കൊറോണ ഇഷ്യൂ ആണോ ഇനി വേറെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ആണോ എന്നറിയില്ല. ഇവിടെ ഒന്നും നമുക്ക് വീഡിയോ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യാനേ. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മാധുരി ദീക്ഷിതിനാണ്. ഇത് എത്രാമത്തെ ഫ്ലോറിലാണെന്നറിയില്ല. മാധുരി ദീക്ഷിതിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഈ കാണിക്കുന്നത്. അവരോട് ചോദിച്ചു, അപ്പം സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞത്. പക്ഷേ ഏത് ഫ്ലോറിലാണെന്നറിയില്ല. അപ്പോൾ കണ്ടല്ലോ ഈ ബിൽഡിങ്, ഐറിസ് പാർക്ക് എന്നാണ് പേര്. ഇവിടെ ഏതോ ഒരു നിലയിൽ നമ്മുടെ നർത്തകിയായ മാധുരി ദീക്ഷിത്, നമ്മുടെ പ്രിയപ്പെട്ട മാധുരി ദീക്ഷിത് ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷെ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഇല്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് അവരുടെ വീടുകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, അതന്നെ മതിയല്ലോ അല്ലേ. അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. भैया गोविंदा इधर रहता है क्या? गोविंदा इधर रहता है क्या? इधर ऑफिस है उनका, वैसे वो बिल्डिंग है. तो कहाँ? ये वाला बिल्डिंग है. इधर ऑफिस है क्या? ഓക്കെ, ഇവിടെ ഓഫീസാണെന്നാണ് പറയണത്. ഈ ഭാഗത്താണ് താമസിക്കുന്നത്, ഈ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ നാം ക്യാ ഹൈ? ജൽദർ എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നത്. കണ്ടോ, ഈ ബിൽഡിങ്ങിലാണ് ഗോവിന്ദ് താമസിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവായ കിനാര എന്ന വീടാണ്. ഇത് നമ്മുടെ ബിസിനസ്മാനായ രാജ് കുന്ദ്രയുടെയും ശില്പ ഷെട്ടിയുടെയും വീടാണ്. ഇത് ജൂഹുവിലെ ഒരു ഫേമസ് ബംഗ്ലാവാണ്. അപ്പം ഇതൊരു ഭയങ്കര പോഷ് ഏരിയ ആണ്. ജൂഹുവിലാണ്, ജൂഹു ബീച്ചിന് അടുത്ത് തന്നെയാണിത്. അപ്പം സെക്യൂരിറ്റിക്കാർ അടുത്തുനിന്ന് എടുക്കാൻ സമ്മതിക്കില്ല. ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ. കണ്ടോ, ബീച്ച് സൈഡാണ്. ബീച്ച് കാണാൻ വിടുന്ന നേരെ നമ്മൾ ഋതിക് റോഷൻ്റെ വീട്ടിൽ. ഓ മൈ ഗാഡ്, ഋതിക് റോഷനൊക്കെ ഇവിടെ എവിടെയെങ്ങാനും കണ്ടാൽ ഞാൻ അപ്പോൾ ഇവിടെ ബോധം കെട്ടു വീഴും. പുള്ളിയുടെ ഡാൻസ് ഒന്നും മറക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും ആരാധനയുള്ള ഒരാളാണ്. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യമൊന്നുമല്ല, ഞാൻ പുള്ളിയുടെ കഹോന പ്യാർ ഹേ എന്നുള്ള ആ മൂവിയൊക്കെ ഞാനൊരു 10 വട്ടം തിയേറ്ററിൽ പോയിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. എനിക്ക് അത്രയും ആരാധനയാണ്. കട്ട ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ. അപ്പം പുള്ളീനെയൊക്കെ കാണാൻ പറ്റുക തന്നെ അതൊരു ഭാഗ്യം തന്നെയല്ലേ. പക്ഷേ നമുക്ക് വീട് കണ്ട് സമാധാനിക്കുക, കാണാൻ പറ്റില്ല ആരെങ്കിലും. അപ്പോൾ ബീച്ച് സൈഡ് തന്നെയുള്ള പ്രൈം ബീച്ച് എന്ന് പറയുന്ന ഒരു കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഹെൽപ്പ് ചെയ്ത ഓട്ടോ ചേട്ടൻ. കണ്ടില്ലേ, ചേട്ടനാണ് ചില ഫോട്ടോ ഒക്കെ എനിക്ക് എടുത്തരുന്നതും ക്യാമറ പിടിക്കുന്നതൊക്കെ. അപ്പം ഈ പയ്യനോട് എന്തായാലും എനിക്ക് നന്ദിയുണ്ട്. ഈ ഇത്രയും സ്ഥലങ്ങൾ, ഈ സെലിബ്രിറ്റീസിൻ്റെ വീടുകളൊക്കെ പുള്ളിയാണ് എനിക്ക് കാണിച്ചിരുന്നത്. പുള്ളിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഭയ്യ. ഹായ് ബോലോ ഭയ്യ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മുംബൈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.